ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ 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 ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ
ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ കരുണയുടെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുവാനും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒന്നു ചേർന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നാഥനെ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈ 14 ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ട ഒരു വലിയ ഫലദായകമായ പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഒരുപക്ഷെ അപകടത്തിലൂടെയോ രോഗത്തിലൂടെയോ പ്രായമായോ ഒക്കെ മരിച്ചവരുണ്ടാവാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ മരണത്തിലൂടെ കടന്നുപോയ എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാത്മാവും നശിച്ചു പോകുന്നില്ല. ആത്മാക്കളെല്ലാവരും ജീവിക്കുന്നവരാണ്. ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ആത്മാക്കൾ ജീവിക്കുന്നു. അത് സ്വർഗത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പൂർവികർ മരിച്ചുപോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ കുറവുകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നന്നാവാൻ കാരണം നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ജനിതകത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവങ്ങൾ, അത് സദ്ഗുണങ്ങളാണെങ്കിലും ദുർഗുണങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത വലുതാണ്. അത് നമ്മുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കും. ഒരുപക്ഷെ ചില ദുർഗുണങ്ങൾ നമ്മുടെ പരാജയത്തിന് കാരണമാകാം, സദ്ഗുണങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്കും കാരണമാകാം. അതുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കൾ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ, പാപങ്ങൾ ഒക്കെ അതിനൊക്കെ നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥനയിലൂടെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് ഈ കരുണയുടെ മണിക്കൂറിൽ
ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. കാരണം ലോകത്തോട് മുഴുവൻ ദൈവം കരുണ കാണിച്ച സമയമാണിത്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ രഞ്ജിപ്പിക്കുന്ന, സഹോദരങ്ങളെ തമ്മിൽ രഞ്ജിപ്പിക്കുന്ന ഏക ബലി, കുരിശിലെ ബലി വഴിയായി എല്ലാത്തിനെയും പൂർത്തിയാക്കിയ സകല നിയമങ്ങളുടെയും ലംഘനങ്ങളുടെ അതിന് പരിഹാരം ഈശോ ചെയ്ത സമയമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി നമ്മുടെ മരിച്ചുപോയ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. 2 മക്കബായരുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം നമ്മളിപ്രകാരം വായിക്കുന്ന 12-ാമത്തെ അധ്യായം 38 മുതലുള്ള വചനങ്ങൾ. യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുന്ന നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണ് എന്ന് ഏവർക്കും വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ മാർഗങ്ങൾ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് മക്കബായരുടെ പുസ്തകം. 1-2 മക്കബായർ. 2 മക്കബായരുടെ പുസ്തകത്തിലെ യൂദാസ് എന്ന് പറയുന്ന ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ഇസ്രായേൽക്കാരുടെ ഇടയിലെ വീരപുരുഷൻ ചെയ്ത കാര്യമാണ് നമ്മൾ കണ്ടത്, നമ്മൾ വായിച്ചു കേട്ടത്. യുദ്ധത്തിനായി പോയ ഏതാനും ആളുകളുടെ മൃതശരീരങ്ങൾ അവർക്ക് തിരികെ കിട്ടി. അവർ മരിച്ചാണ് അവരെ തിരികെ കിട്ടിയത്. ആ തിരികെ കിട്ടിയവരുടെ മൃതശരീരത്തിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ചില തകിടുകൾ അവർ ധരിച്ചിരുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ദൈവത്തെ അവർ സ്തുതിച്ചു. എന്താണ്? അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്. എന്തുകൊണ്ടാണ് അവർ മരിച്ചത്, എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം അവസാനിക്കാൻ കാരണമായത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യൂദാസ് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാനായി 200 വെള്ളി ദ്രാഗ്മ പിരിച്ച് അത് ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. ഒപ്പം എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് യൂദാസ് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നവരാണ് യഹൂദരിൽ ഭൂരിഭാഗവും. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം അതിന് പാപം തടസ്സമായിട്ട് മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സമായിട്ടത് മാറും. മരിച്ച ആളുകൾക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. കാരണം ഇവരാരും നിത്യജീവൻ നഷ്ടപ്പെടുത്തേണ്ടവരല്ല. കാരണം അവർ യഹൂദരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കളിൽ ഒരാൾ പോലും ദൈവവുമായിട്ടുള്ള ആ ഒരു സ്വർഗീയ ജീവിതം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. അവർ ഭൂമിയിൽ മരിച്ചു എന്നേ ഉള്ളൂ, സ്വർഗത്തിൽ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി അതിന് പരിഹാരം എന്താ ഉള്ളത്? അവർ പാപം ചെയ്തു. അവർ പാപപരിഹാര ബലി അർപ്പിക്കുവാൻ വേണ്ടി പണം പിരിച്ചെടുത്ത് ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് അയച്ചു കൊടുത്തു. ഒപ്പം മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുവാൻ അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. പാപപരിഹാര കർമ്മം അവരനുഷ്ഠിക്കുകയും പാപപരിഹാര ബലി അർപ്പിക്കാൻ പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യേശുവാണ് പാപപരിഹാര ബലിയും പാപപരിഹാര കർമ്മവും. പാപപരിഹാര കർമ്മം
ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്കും വേണ്ടിയുള്ള പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചത് കർത്താവ് തന്നെയാണ്. നമുക്ക് കാണാൻ സാധിക്കും, യേശു മരണത്തിലൂടെ, പാപത്തിൻ്റെ ശമ്പളം തന്നെയായ മരണത്തിലൂടെ കടന്നുപോയി. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ മക്കബാരുടെ പുസ്തകത്തിൽ അവരുടെ പാപത്തിന് കാരണമായത് അവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആ തകിടുകളാണെങ്കിൽ, ശരീരത്തിൽ ധരിച്ചിരുന്ന യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ആ പാടുകളുള്ള അല്ലെങ്കിൽ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകളായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു ദൈവപുത്രനായ ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ഉടുതുണി പോലുമില്ല, ശരീരം മുഴുവൻ മുറിവുകൾ മാത്രം. അവൻ്റെ മരണത്തിന് കാരണം യാതൊരു പാപവുമല്ല, യാതൊരു അടയാളവുമല്ല. യേശുവിൻ്റെ മരണത്തിന് കാരണം പാപമല്ല, യേശുവിൻ്റെ മരണത്തിന് കാരണം അവൻ്റെ പാപമോ അവൻ്റെ കുറ്റമോ ഒന്നുമല്ല. അവൻ ഏറ്റെടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ്. അതായത് യാമ്നിയായിലെ വിഗ്രഹങ്ങളെ കർപ്പിച്ച വിഗ്രഹങ്ങൾ കർപ്പിച്ച തകിടുകൾ, അത് വിഗ്രഹങ്ങളുടെ രൂപം ആലേഖനം ചെയ്ത തകിടുകൾക്ക് പകരം അവർ പാപപരിഹാരം ചെയ്യുമ്പോഴും ആ പാപപരിഹാര കർമ്മം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് കുരിശിൽ ശരീരം മുഴുവൻ മുറിവുമായിട്ട് മരിക്കുന്ന ഈശോ. ഈശോ തന്നെ പറയുന്നുണ്ട്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് നിങ്ങൾ വിളിക്കുന്ന ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. കാരണം അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ ജീവിക്കുന്നു. എവിടെ? സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു. അതറിയാവുന്ന ഈശോയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവർ, യേശുവിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, പാപപരിഹാര ബലിയും പാപപരിഹാര കർമ്മവും ചെയ്യുന്നത് യേശുവാണ്. പാപപരിഹാര ബലിയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്, പാപപരിഹാര കർമ്മമാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്താണ് കുരിശിലെ ബലി. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ പാപം ചെയ്ത് പാപത്തിൽ മരിച്ച വ്യക്തികളുടെ, അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു ഏതെങ്കിലും വ്യക്തികളുടെ സ്വഭാവത്തിൽ ദൂഷ്യമുണ്ടായിരുന്നു, ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് തിന്മയായ പ്രവൃത്തികളിലൂടെ കടന്നു പോകാൻ പറ്റിയിട്ടുള്ളൂ, അവരുടെ ആ മോശമായ സ്വഭാവ രീതികൾ അത് ഞങ്ങൾക്ക് ജനിതകത്തിലൂടെ ഞങ്ങൾക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപങ്ങളും അവരുടെ ആ തിന്മകളും കർത്താവ് അവരോട് ക്ഷമിച്ച് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ചില രോഗങ്ങളും പാരമ്പര്യമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ ചില രോഗങ്ങളുണ്ടാവാം. നമ്മുടെ മാതാപിതാക്കളിലൂടെ പൂർവികരിലൂടെ ഒക്കെ കിട്ടിയിരിക്കുന്ന ചില രോഗാവസ്ഥകൾ, അതും ഇങ്ങനെ ജനിതകത്തിലൂടെ ജീനിലൂടെ കടന്നു വന്നതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ മേൽ പ്രത്യേകിച്ച് അധികാരമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ജനിതകപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകും. പക്ഷെ അവിടെയും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില പ്രത്യേക രീതിയിൽ ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, അതുപോലെ ചില പ്രത്യേക രീതിയിലുള്ള വൈകല്യങ്ങളോടുകൂടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, ഇതൊക്കെ പരമ്പരാഗതമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന കുടുംബങ്ങൾ. ഒപ്പം പാരമ്പര്യമായിട്ട് മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവർ, മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നും സമാധാനത്തോടെ ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ മക്കളായി, നല്ല മക്കളായി ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ കടന്നു വരുന്ന എല്ലാ തിന്മകളും ആദി പാപത്തിൻ്റെ ബാക്കിപത്രമാണെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളോ മാനസികമോ ശാരീരികമായ പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ പൂർവികർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ വിശുദ്ധീകരണം നൽകും. കാരണം ദൈവം, ഈശോ പഠിപ്പിക്കുന്നു, ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും, മരിച്ചുപോയെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച് അവരുടെ ആത്മാക്കൾ ഏതെങ്കിലും സ്ഥലത്ത്, സ്വർഗത്തിലോ അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലോ ആയിരിക്കുന്ന ആത്മാക്കളാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന് പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ, നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റും. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അവരുടെ ആത്മാക്കളുടെ മേൽ പ്രവർത്തിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മരിച്ചുപോയ എല്ലാ പൂർവികരുടെയും മേൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ, കുടുംബ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ, കുടുംബത്തിൻ്റെ ആ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ലല്ലോ, മരിച്ചുപോയവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഉണ്ടാകണമെന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. ഒരു പക്ഷേ അവരുടെ ഏതെങ്കിലും പാപപരിഹാരം പൂർണ്ണമാകാത്തത് കൊണ്ടോ, അതുമല്ലെങ്കിൽ അവർ പാപമോചനം നേടാത്തത് കൊണ്ടോ,
അവരെ വിശുദ്ധീകരണത്തിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ആണ് അവരെ അയക്കപ്പെട്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ മണിക്കൂറിൽ ശക്തമായി പ്രാർത്ഥിക്കാം. വീണ്ടും ഈ ദിവസങ്ങളിൽ നൊവേനയിൽ, നമ്മൾ നാളെ മുതൽ ആരംഭിക്കുന്ന നൊവേനയിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമുണ്ട്. അന്ന് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അവർക്ക് അവരുടെ വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. അവരിലൂടെ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തിന്മകളായിട്ടുള്ള സ്വഭാവങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മരിച്ചുപോയ പൂർവികരെയും ഒപ്പം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മറ്റ് പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ദുസ്വഭാവങ്ങൾ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ചില തിന്മയുടേതായ ശീലങ്ങൾ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ചില തിന്മ സ്വഭാവങ്ങൾ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ചില വൈകല്യങ്ങൾ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ മാനസികമായ ചില സമ്മർദ്ദങ്ങൾ, മാനസിക രോഗങ്ങൾ, ഈശോയെ അതിൻ്റെ എല്ലാം മേൽ അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ദൈവകരുണയുടെ ജപമാലയിൽ പങ്കുചേരാം. പിതാവായ ദൈവത്തെ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവത്തെ ഒന്ന് ചേർന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യപിതാ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ജീവിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം
മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കരുണയുടെ മണിക്കൂറിൽ കൃപയുടെ സമയം 3 മണി സമയത്ത് നാളെ മുതൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ 1 മണിക്കൂർ ആരാധനയും ശുശ്രൂഷകളും ഉണ്ടാകും. വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന, ശനിയാഴ്ച ദിവ്യബലിയും അതുപോലെ തന്നെ ആരാധനയും, വിടുതൽ ആരാധനയും ഉണ്ടായിരിക്കും. നാളെ മുതൽ നമ്മൾ നൊവേന ആരംഭിക്കും. 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേന. ഓരോ ദിവസവും ഈശോ പറഞ്ഞതുപോലെ ഓരോ തരത്തിലുള്ള ആളുകളെ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുള്ളൊരു പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. ലോകം മുഴുവനും വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ 9 ദിവസത്തെ നൊവേനയിലും കൂടുതൽ ആളുകൾ സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ നമ്മൾ നൊവേന പ്രാർത്ഥന ആരംഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിക്കുക. ഈ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ഈ 2 ആഴ്ചകളിൽ 14 ദിവസത്തെ പ്രാർത്ഥന കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. കുടുംബത്തിന് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. ഒപ്പം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ധാരാളമായി ലഭിക്കുവാൻ, ഏതെങ്കിലും വ്യക്തികൾ പ്രത്യേകമായി ദൈവകരുണ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നിയോഗങ്ങൾ ഓൺലൈനായിട്ട് ലൈവായിട്ട് കൂടുന്ന ആളുകളുടെ നിയോഗങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നീട് ഈ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായി ഓരോ ദിവസവും കണ്ട് അവരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി പറയാം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം കുറവുള്ള മേഖലകളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ യാത്ര ചെയ്ത വഞ്ചി കാറ്റിലും കോളിലും പെട്ടപ്പോൾ അങ്ങ് അവരെ തേടി കടന്നു വന്നു. ആടി ഉലഞ്ഞിരുന്ന വഞ്ചിയിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ ആ വഞ്ചിയെ അടിച്ചിരുന്ന കൊടുങ്കാറ്റ് ശാന്തമായി, അത് നിന്നുപോയി. കർത്താവെ, ഞങ്ങളുടെ കുടുംബമാകുന്ന വഞ്ചിയിലേക്ക് അങ്ങ് വന്ന് കയറണമേ. ഞങ്ങളുടെ കുടുംബമാകുന്ന വഞ്ചിയിലേക്ക് അങ്ങ് വന്ന് കയറണമേ. ആടി ഉലഞ്ഞ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹവും ബന്ധവുമില്ലാത്ത മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി നിയോഗങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില പ്രത്യേകമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും കുറവുകളുമൊക്കെ ഉള്ളവരെ ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഇതാ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങയുടെ നാമത്തിൽ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമീ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. 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 ഈശോയെ ഞാനങ്ങിൽ